CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ KK രാഗേഷിനെ അഭിനന്ദിച്ച് ദിവ്യ എസ് അയ്യർ ഒരു പോസ്റ്റ് ഇട്ടു. ചേരിതിരിഞ്ഞാണ് ദിവ്യ ഈ വിഷയത്തിൽ ആക്രമിക്കപ്പെട്ടത്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതായി എല്ലാവരും വ്യാഖ്യാനിക്കുന്നത് സർവീസ് ചട്ടത്തിന്റെ ലംഘനമായാണ്. അധികാര പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ഒരു രാഷ്ട്രീയ പാർട്ടി നിയമനത്തെക്കുറിച്ച് വാചാലയായതാണ് പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് സർവീസ് ചട്ടത്തിന്റെ ലംഘനമായി വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല. അത് അങ്ങനെയിരിക്കട്ടെ. രാഷ്ട്രീയത്തിലുപരി സാഹിത്യവും വൈകാരികതയുമെല്ലാം കൈമുതലായുള്ള ഒരു പൊതുപ്രവർത്തകയാണ് ദിവ്യ എസ് അയ്യർ. അവർക്ക് ഈ വിഷയത്തിലും അഭിപ്രായം പറയാം. പക്ഷേ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വിടുപണിയാവരുത് എന്നേയുള്ളൂ. സംസ്ഥാനത്തെ ഉയർന്ന പദവിയിൽ വർഷങ്ങളായി തുടരുന്ന ഉദ്യോഗസ്ഥ പല കാര്യങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാറുണ്ടാകും. അവിടെ കാര്യങ്ങൾ ചടുലമായി നീക്കാൻ KK രാഗേഷിനെ പോലെ ഒരാൾ അവർക്ക് സഹായവും ചെയ്തിട്ടുണ്ടാകാം. ആ ഔദ്യോഗിക പിന്തുണ സൗഹൃദമായി വളരുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ അയാളുടെ പുതിയ ചുമതലയിലെത്തുമ്പോൾ അയാളെ അഭിനന്ദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അപ്പോഴും കേവലം ഒരു ദിവ്യ എസ് അയ്യർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവിനെ പുകഴ്ത്തിയതല്ല. ഭരണകക്ഷിയുടെ ഏറ്റവും പ്രബലമായ ജില്ലകളിൽ ഒന്നിന്റെ തലപ്പത്തെത്തുന്ന നേതാവിനെയാണ് പ്രശംസിച്ചത്. അതാണ് പ്രശ്നം. കർണന് പോലും അസൂയ തോന്നും വിധമാണ് KKRന്റെ കവചമെന്നാണ് വാചകം. അത് കോൺഗ്രസുകാരെ വേദനിപ്പിക്കും. അവർക്ക് ദിവ്യ വെറുമൊരു IASകാരിയല്ല. കോൺഗ്രസിന്റെ എക്കാലത്തെയും മികച്ച നേതാക്കളിൽ ഒരാളായ ഒരു കാലത്തെ യുവ തുർക്കി നേതാവായിരുന്ന G കാർത്തികേയന്റെ മരുമകളാണ്. ഇന്നത്തെ ഏറ്റവും പ്രബലരിൽ വരുന്ന സമകാലിക കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രബലരായ നേതാക്കളിൽ ഒന്നാം നിരയിലുള്ള KS ശബരിനാഥന്റെ ഭാര്യയാണ്. സ്വാഭാവികമായും അവർ ആ രീതിയിൽ പ്രതികരിക്കും. അതിനെ ആ നിലയ്ക്ക് വിടാം. വീട്ടുകാർക്ക് പരിഭവം പറയാനും പിണങ്ങാനും എളുപ്പമാണ്. അതവരുടെ ആഭ്യന്തര പ്രശ്നം. അതിനെ അങ്ങനെ വിടുന്നതിന് പകരം അവരുടെ ഔദ്യോഗിക പദവി പോലും മറന്ന് അവരെ വളഞ്ഞിട്ടാക്രമിക്കുന്നത് ശരിയാണോ? പരിശോധിക്കേണ്ടതാണ്. ദിവ്യ എസ് അയ്യർ കാര്യങ്ങളെ അതിവൈകാരികമായി കാണുന്ന വ്യക്തിയാണ്. ഈ വിവാദം വന്നതിന് പിന്നാലെ പോലും അവർ പങ്കുവെച്ച വീഡിയോ അത് വ്യക്തമാക്കുന്നതാണ്. നേരത്തെ K രാധാകൃഷ്ണനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം കേരളം ആഘോഷിച്ചതാണ്. അതിന് വേറെയും രാഷ്ട്രീയ തലങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് അവരെ ചേർത്ത് നിർത്തിയവർ പോലും ഇന്ന് അവരെ ആക്രമിക്കുന്നു. അന്ന് അതിനെ മുന്നാക്ക പിന്നാക്ക ചർച്ചകളിലേക്ക് വഴിതിരിച്ചു വിടാൻ എളുപ്പമായിരുന്നു. പക്ഷേ അന്ന് കാണിച്ച ജാഗ്രത ഇവിടെയുണ്ടായില്ല. പിന്നീട് സജി ചെറിയാന്റെ കൂടെ നിന്നപ്പോഴും മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചപ്പോഴുമെല്ലാം ചില മുറുമുറുപ്പുകൾ ഉണ്ടായത് മാറ്റി നിർത്തിയാൽ ദിവ്യ എസ് അയ്യർ അന്ന് സേഫായിരുന്നു. പക്ഷേ ഇപ്പോൾ പാളയത്തിൽ തന്നെ പട തുടർന്നു. അനുഭാവികൾക്ക് അവർ വെറുമൊരു മരുമകളും ഭാര്യയുമായി. അവർ സ്വതസിദ്ധമായ സ്വഭാവം പുറത്തെടുത്തു. ദിവ്യ എസ് അയ്യർ അങ്ങനെ സ്വയം അഭിപ്രായം പറയേണ്ടതില്ല. പ്രത്യേകിച്ച് സ്വന്തം ഭർത്താവിന്റെ രാഷ്ട്രീയ എതിരാളികളെക്കുറിച്ച്. ആ ബോധം അവരിലെ വ്യക്തിയെ അധിക്ഷേപിക്കാൻ പ്രാപ്തമായ ഒന്നാക്കി മനഃപൂർവ്വം മാറ്റിയെടുത്തു. അവരെ അടിക്കാനുള്ള വടിയായി അതിനെ സ്വയം വ്യാഖ്യാനിച്ചു. ദിവ്യ എസ് അയ്യർ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചായ്വ് പ്രകടിപ്പിച്ച വ്യക്തിയായി കണക്കാക്കുന്നില്ല. ചെയ്യുന്ന ജോലിയിൽ മികവ് വേണമെന്നാഗ്രഹിക്കുന്ന ഒരു ശരാശരി ഉദ്യോഗസ്ഥ മാത്രമാണ്. അവർ പറഞ്ഞു നിർത്തിയത് നന്മയുള്ളവരെ കുറിച്ച് നാലാളോട് പറയാൻ പ്രയാസം വേണ്ട എന്നാണ്. താൻ നിരന്തരം വേട്ടയാടപ്പെടുന്നത് ഈ തുറന്ന പറച്ചിലുകൾ കൊണ്ടുകൂടിയാണ് എന്നാണ് അവർ പറഞ്ഞു നിർത്തുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, ഔദ്യോഗിക പദവിയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി നിയമനത്തെ പ്രകീർത്തിച്ചത് ശരിയായിരിക്കില്ല. അതിനെ നേരിടേണ്ടത് പൊതുയിടത്തിൽ അപഹാസ്യാക്കി ആവരുത് എന്നുള്ളത് വ്യക്തമാണ്. കേരളത്തിലെ മറ്റേതെങ്കിലും ആണുദ്യോഗസ്ഥരാണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ ഇങ്ങനെയാണോ കേരളം പ്രതികരിക്കുക? അതുകൂടി നമ്മൾ പരിഗണിക്കണം. സ്ത്രീ ആയതിന്റെ പേരിൽ മാത്രം ആക്രമിക്കപ്പെടുന്നതിനെ ഒരു സർവീസ് ചട്ടത്തിന്റെ പേരിലും ഒരു രാഷ്ട്രീയ പിന്തുണയുടെയോ രാഷ്ട്രീയ വൈരത്തിന്റെയോ പേരിൽ വളഞ്ഞിട്ടാക്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ല.